സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് യുദ്ധകാന്ഡം വിഭീഷണൻ ശ്രീരാമസന്നിധിയിൽ മുതൽ രാവണസുഖ സംവാദം വരെയുള്ള ഭാഗത്തിൻ്റെ സാരം. ആദ്യം വിഭീഷണൻ ശ്രീരാമസന്നിധിയിൽ. രാവണന്റെ ആജ്ഞയനുസരിച്ച് 4 മന്ത്രിമാരോടുകൂടി വിഭീഷണൻ ദുഃഖം വെടിഞ്ഞ് ദേവദേവേശനായ ശ്രീരാമചന്ദ്രൻ്റെ പാദകമലങ്ങൾ സേവിക്കുന്നതിനു വേണ്ടി അതിവേഗത്തിൽ ആകാശമാർഗത്തിലൂടെ യാത്രയായി. ശ്രീരാമചന്ദ്രൻ ഇരുന്നരുളുന്ന സ്ഥലത്തിന് മുകളിൽ ചെന്ന് ഭക്തിയോടും വിനയത്തോടും വിശുദ്ധിയോടും കൂടി സ്പഷ്ടമായ അക്ഷരങ്ങളോടെ വ്യക്തമായി ഇങ്ങനെ പറഞ്ഞു: രാമ, ലക്ഷ്മീപതി, ത്രിലോകനാഥ, മുകുന്ദ, രാജീവനേത്ര, രാജശിഖാമണി, സീതാപതി, രഘുപതി, വേദസ്വരൂപ, ദയാനിധി, അങ്ങ് വിജയിച്ചാലും എൻ്റെ പേര് വിഭീഷണൻ എന്നാണ്. അങ്ങയുടെ ഭക്തദാസനാണ് ഞാൻ. ദേവിയെ കട്ടത് അനുചിതമായി പോയി എന്ന് ഞാൻ രാവണനോട് പറഞ്ഞു. ദേവിയെ ശ്രീരാമദേവന് കൊണ്ടുകൊടുക്കാൻ ഞാൻ പല രീതിയിൽ അപേക്ഷിച്ചു. ഞാൻ വിജ്ഞാനമാർഗം ഉപദേശിച്ചുവെങ്കിലും അജ്ഞാനിയായ അവനിൽ ഫലിച്ചില്ല. ഞാൻ പറഞ്ഞ ഹിതകരമായ കാര്യങ്ങളെല്ലാം വിധി വൈപരീത്യത്താൽ അഹിതമായാണ് രാവണന് തോന്നിയത്. കൃഷ്ണസർപ്പത്തെ പോലെ കുപിതനായ രാവണൻ പെട്ടെന്ന് വാളുമായി കൊല്ലാൻ എൻ്റെ നേരെ പാഞ്ഞു. മരണഭയത്താൽ അടിയൻ മനോവിഷമത്തോടെ 4 മന്ത്രിമാരുമായി ഇങ്ങോട്ട് ഓടിപ്പോന്നു. എനിക്ക് മറ്റൊരു ആശ്രയമില്ല. ജനനമരണങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കുന്നതിന് കാരുണ്യനിധിയായ അങ്ങയുടെ തൃപ്പാദങ്ങളാണ് എനിക്ക് ആശ്രയം. വിഭീഷണന്റെ വാക്കുകൾ കേട്ട സുഗ്രീവൻ എഴുന്നേറ്റ് ശ്രീരാമനോട് പറഞ്ഞു: ലോകനാഥ, ഈ രാക്ഷസൻ മായാവിയാണ്. തീർച്ചയായും ഇവൻ വിശ്വാസയോഗ്യനല്ല. വിശേഷിച്ച് രാവണ സഹോദരനായ ഇവൻ പരാക്രമശാലിയും ആയുധപാണിയുമാണ്. ഇവൻ്റെ കൂടെയുള്ള 4 മന്ത്രിമാരും പ്രയോഗത്തിൽ സമർത്ഥരുമത്രേ. എന്തെങ്കിലും പഴുത് കിട്ടിയാൽ നാം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇവർ നമ്മെ കൊല്ലും. വേണ്ടവണ്ണം ആലോചിച്ച് വാനരന്മാരെ നിയോഗിക്കുക. ഇവൻ വധാർഹനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ശത്രുപക്ഷത്തുള്ള ആളുകളെ മിത്രമെന്ന് കരുതി വിശ്വസിക്കുന്നതിനേക്കാൾ നല്ലത് ശത്രുക്കളെ തന്നെ വിശ്വസിക്കുകയാണ്. ഇതെല്ലാം ആലോചിച്ച് ഇനി എന്താണ് അങ്ങയുടെ അഭിപ്രായമെന്ന് അരുളി ചെയ്താലും. മറ്റുള്ള വാനരന്മാരും ദോഷമൊന്നും സംഭവിക്കാതിരിക്കാനായി അവരവർക്ക് തോന്നിയ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ ഹനുമാൻ എഴുന്നേറ്റ് ശ്രീരാമനെ വന്ദിച്ചതിന് ശേഷം പറഞ്ഞു: വിഭീഷണൻ വളരെ ഉത്തമനാണ്. ശരണം അപേക്ഷിച്ച് വന്നവനെ രക്ഷിക്കുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. രാക്ഷസവംശത്തിൽ ജനിച്ചവരെല്ലാം നമ്മുടെ ശത്രുക്കളാണ് എന്ന് കരുതേണ്ട. അവരിലും നല്ലവർ ഉണ്ടാവാമെന്ന് എല്ലാവരും കരുതണം. ഒരുവൻ്റെ ജാതി, പേര് മുതലായവയല്ല അവൻ്റെ ഗുണങ്ങളാണ് പരിഗണിക്കേണ്ടത് എന്നാണ് പണ്ഡിതമതം. ആശ്രിത രക്ഷണമാണ് രാജാക്കന്മാരുടെ ശാശ്വതമായ ധർമ്മം എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ഇപ്രകാരം പലരും പലതും പറഞ്ഞ് അഭിപ്രായം കേട്ട് ചിന്തിച്ചിട്ട് ശ്രീരാമൻ അരുളി ചെയ്തു: ഹനുമാൻ പറഞ്ഞത് വളരെ യുക്തമാണ്. വീരനും സൂര്യപുത്രനുമായ സുഗ്രീവ, വരൂ. ജാമ്പുവാൻ തുടങ്ങിയ നീതിജ്ഞന്മാരെ, നിങ്ങളെല്ലാവരും കേൾക്കുവിൻ. രാജാവായാൽ ആശ്രയം തേടി വരുന്ന പട്ടികൾ, പട്ടിയിറച്ചി തിന്നുന്ന ചണ്ടാലന്മാർ എന്നിവരായാൽ പോലും അവരെ എല്ലാ വിധത്തിലും രക്ഷിക്കണം. രക്ഷിക്കാത്തവർ ബ്രഹ്മഹത്യാ പാപിയാകും. രക്ഷിച്ചാൽ അശ്വമേധയാഗം നടത്തിയ പുണ്യവാനാകും എന്നാണ് വേദശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. പുണ്യപാപങ്ങളൊന്നും എന്തെന്ന് കൃത്യമായി നമുക്ക് അറിയാൻ പാടില്ല. പണ്ട് ഒരു വനത്തിൽ ഒരു പ്രാവ് അതിൻ്റെ പിടയോടൊന്നിച്ച് പൊക്കമുള്ള ഒരു മരത്തിൻ്റെ മുകളിൽ പാർത്തിരുന്നു. കാമക്രീഡയ്ക്കിടയിൽ പെൺപക്ഷിയെ ഒരു വേടൻ എയ്തു കൊന്നു. തൻ്റെ ഇണയുടെ വിരഹദുഃഖം സഹിക്കാതെ ആൺപക്ഷി കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ കാറ്റും മഴയും വന്നെത്തി. സൂര്യൻ പടിഞ്ഞാറേ കടലിൽ അസ്തമിച്ചു. കാട്ടാളൻ വിശന്നു വലഞ്ഞ് മരച്ചുവട്ടിൽ ദുഃഖിതനായി നിൽക്കുന്നത് കണ്ട് ആൺപക്ഷി കാരുണ്യത്തോടെ തീ കൊണ്ടുവന്നു കൊടുത്തു. താൻ കൊന്ന പെൺപക്ഷിയെ കാട്ടാളൻ തീയിലിട്ട് ചുട്ടു തിന്നു. എന്നിട്ടും വിശപ്പ് തീരാതെ വിഷമിച്ചിരിക്കുന്ന അവന് ഭക്ഷിക്കാനായി ആൺപക്ഷി തീയിൽ ചാടി സ്വന്തം ശരീരം കൂടി അവന് നൽകി. പക്ഷികൾ കൂടി ഇത്രയും ആശ്രിതരക്ഷണം നടത്തുമ്പോൾ പിന്നെ മനുഷ്യൻ്റെ കർത്തവ്യത്തെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. എന്നെ ശരണം പ്രാപിച്ചവന് ഞാൻ അഭയം കൊടുക്കുക തന്നെ ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി കേട്ടുകൊള്ളുക. എന്നെ ചതിക്കാൻ ഒരിടത്തും ആരുമില്ല. ഇക്കണ്ട ലോകങ്ങളെയും ലോകപാലന്മാരെയുമെല്ലാം നിമിഷം മാത്രം കൊണ്ട് സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിക്കുവാൻ എനിക്ക് ഒട്ടും പ്രയാസമില്ല. പിന്നെ ഞാൻ ആരെ ഭയപ്പെടണം? അവനോട്, അതായത് വിഭീഷണനോട്, മടി കൂടാതെ സന്തോഷപൂർവ്വം ഇങ്ങോട്ട് വരാൻ പറയൂ. സുഗ്രീവ, ഇക്കാര്യത്തിൽ നീ ഒട്ടും പരിഭ്രമിക്കേണ്ട. നീ അവനെ ഉടനെ വരുത്തുക. എന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് എന്നും ഞാൻ അഭയം കൊടുക്കും. പിന്നെ അവർക്ക് സംസാര ദുഃഖവും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുക.
ശ്രീരാമന്റെ വാക്യാമൃതം കേട്ട് സുഗ്രീവൻ വിഭീഷണനെ അതിവേഗം വരുത്തി. വിഭീഷണൻ ശ്രീരാമന്റെ പാദങ്ങളിൽ വീണ് വർദ്ധിച്ച സന്തോഷത്തോടെ നമസ്കരിച്ചു. വിശാലാക്ഷനും ഇന്ദീവരതള ശ്യാമളനും കോമളനും അമ്പും വില്ലും ധരിച്ചവനും ചന്ദ്രബിംബം പോലെ പ്രസന്നമുഖനും അഭീഷ്ടദായകനും കാമദേവതുല്യനും താമരക്കണ്ണനും ശാന്തനും ശരണ്യനും വരേണ്യനും വരപ്രദനും ലക്ഷ്മണസമേതനും സുഗ്രീവൻ ഹനുമാൻ തുടങ്ങിയ വാനര പ്രമുഖന്മാരാൽ ദേവിതനും രഘുവംശജാതനും ഭക്തപ്രിയനും ലോകൈകനാഥനുമായ ശ്രീരാമനെ വിനയവാനും സന്തുഷ്ടനും ഭക്തിപരവശനുമായ വിഭീഷണൻ കൈകൂപ്പി തൊഴുതുകൊണ്ട് സ്തുതിച്ചു. സീതാമനോഹരനും രാജേന്ദ്രനും താമരക്കണ്ണനും രാക്ഷസവംശം നശിപ്പിക്കുന്നവനുമായ ശ്രീരാമ, അങ്ങയുടെ പാദാംബുജം ഞാൻ നമസ്കരിക്കുന്നു. സൂര്യവംശജാതനും ഉഗ്രമായ കോദണ്ഡം ധരിച്ചവനും പണ്ഡിത ഹൃദയാംബുജത്തിന് സൂര്യനായിട്ടുള്ളവനും ശിവപ്രിയനുമായ അങ്ങയ്ക്ക് നമസ്കാരം. സുഗ്രീവമിത്രവും കാന്തിമാനും നിത്യനും അനന്തനും ശാന്തനും വേദാന്തവേദ്യനും ലോകാഭിരാമനുമായ ശ്രീരാമചന്ദ്രനെ ഞാൻ വണങ്ങുന്നു. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, സ്ഥിതി, നാശം എന്നിവയ്ക്ക് കാരണഭൂതനും വിശ്വരൂപനും നിത്യനും അനാദികാലം മുതലുള്ള ഗൃഹസ്ഥനും നിത്യനും സത്യസ്വരൂപനും വിശുദ്ധനും ഭക്തപ്രിയനും ഭഗവാനും മുക്തിപ്രദനും വിശ്വനാഥനും അവിടുന്ന് തന്നെയാണ്. സർവചരാചരങ്ങളുടെയും അകത്തും പുറത്തും വ്യാപിച്ചിരിക്കുന്നതും അങ്ങാണ്. നിന്റെ മഹാമായയാൽ മൂടിക്കിടക്കുന്ന നിർമ്മലമായ പരബ്രഹ്മത്തെ അജ്ഞാനികൾക്ക് കാണാൻ കഴിയുകയില്ല. അത് കാരണമായിട്ടുള്ള പുണ്യപാപങ്ങൾ കൊണ്ടാണ് ജനനവും മരണവും ഉണ്ടാകുന്നത്. ഇതെല്ലാം ഉള്ള കാലം വരെ ഈ ജഗത്ത് സത്യം എന്ന് തോന്നും, സംശയമില്ല. അദ്വയവും സനാതനവുമായ പരബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നത് വരെ, അതായത് ഈശ്വര സാക്ഷാത്കാരം നേടുന്നത് വരെ പുത്രൻ, ഭാര്യ തുടങ്ങിയ ലൗകിക വിഷയങ്ങളിൽ ആസക്തരായി ആത്മാവിനെ അറിയാതെ ജീവിക്കും. സ്വന്തം ആത്മാവ് കൊണ്ട് പരമാത്മാവിനെ കണ്ടെത്തണം. ലൗകിക വിഷയങ്ങളിൽ ഉണ്ടാകുന്ന ബന്ധം ആദ്യകാലത്ത് അജ്ഞാനികൾക്ക് സുഖമായി തോന്നുമെങ്കിലും ഒടുവിൽ ദുഃഖകരമായി തീരും. ഇന്ദ്രൻ, അഗ്നി, യമൻ, നിറുതി, വരുണൻ, വായു, ചന്ദ്രൻ, രുദ്രൻ, ബ്രഹ്മാവ്, അനന്തൻ എന്നിവരെല്ലാം അന്തവും ആദിയുമില്ലാത്ത ഭഗവാനെ കാലസ്വരൂപനായ അങ്ങ് തന്നെയാണ്. സ്ഥൂലങ്ങളിൽ അതിസ്ഥൂലനും അണുക്കളേക്കാൾ അണുവും അങ്ങ് തന്നെയാണ്. അളക്കാൻ കഴിയാത്ത മഹത്വവും അവിടുന്ന് തന്നെ. സകല ലോകങ്ങളുടെയും പിതാവും മാതാവും ദാതാവും അനന്തശായിയും ദയാനിധിയും അങ്ങാണ്. ആദിമധ്യാന്തങ്ങളില്ലാത്തവനും പരിപൂർണനും സകലതിനും ആധാരമായിട്ടുള്ളവനും പ്രപഞ്ചനാഥനും അച്യുതനും അവ്യക്തനും ഏകനും ജ്ഞാനസ്വരൂപനും പുരുഷോത്തമനും പരംപുരുഷനും നിശ്ചലനും ഒന്നിനോടും മമതയില്ലാത്തവനും നിഷ്കളനും നിർഗുണനും ആർക്കും ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തവനും നിർവികാരനും നിരാകാരനും നിരീശ്വരനും നിർവികൽപ്പനും ഒന്നിനെയും ആശ്രയിക്കാത്തവനും ശാശ്വതനും ജനന ബാല്യാദി 6 ഭാവങ്ങളില്ലാത്തവനും പ്രകൃതിക്ക് അതീതനും സത്തയോട് കൂടിയവനും, സത്ത പറയുമ്പോൾ ഉണ്മ, സത്തയോട് കൂടിയവനും സനാതനനും എല്ലായിടവും വ്യാപിച്ചിരിക്കുന്നവനും മായാമാനുഷനും മനോഹരനും മാധവനും മായാരഹിതനും മധുകൈടവന്മാരെ വധിച്ചവനുമായ ഭഗവാനെ, അങ്ങയുടെ പാതാരബിന്ദങ്ങളിലുള്ള ഭക്തിയാകുന്ന ഏണിയിലൂടെ ആനന്ദം കൈവരിച്ച് ജ്ഞാനയോഗമാകുന്ന മാളികയിൽ കയറുവാൻ ആഗ്രഹിച്ച് ജഗന്നാഥനും രഘുപതിയുമായ അങ്ങയുടെ അടുത്തു വന്നതാണ്. സീതാപതിയും കാരുണ്യനിധിയും രാക്ഷസാന്തകനും രാവണശത്രുവുമായ ഭഗവാനെ, അങ്ങയുടെ പാദം ഞാൻ നമസ്കരിക്കുന്നു. സംസാര സാഗരത്തെ മായ്ക്കുന്ന എന്നെ രക്ഷിക്കണേ. ഭക്തി പാരവശ്യത്തോടെ ഇങ്ങനെ സ്തുതിക്കുന്ന ഭക്തനെ കണ്ടിട്ട് ഭക്തപ്രിയനായ ശ്രീരാമൻ പരമാനന്ദത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ള വരം നൽകാൻ എനിക്ക് താല്പര്യമുണ്ട്. ചോദിച്ചു കൊള്ളുക. എന്നെ കണ്ടെത്തിയവർക്ക് പിന്നെ ഒരിക്കലും ദുഃഖമുണ്ടാവുകയില്ല. ശ്രീരാമൻ്റെ അമൃതസമാനമായ വാക്കുകൾ കേട്ടിട്ട് വിഭീഷണൻ സസന്തോഷം ഇപ്രകാരം ഉണർത്തിച്ചു: ഭഗവാനെ, ഞാൻ ധന്യനും കൃതകൃത്യനും ആയി. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറി. അങ്ങയുടെ പാദപങ്കജം ദർശിക്കാൻ കഴിഞ്ഞതിനാൽ ഞാൻ മുക്തനായി. എനിക്ക് തുല്യം ധന്യനോ ശുദ്ധനോ ആയി ലോകത്ത് ആരുമില്ല. എൻ്റെ കർമ്മബന്ധങ്ങൾ നശിക്കാൻ നിർമ്മലമായ പരമാർത്ഥ ജ്ഞാനവും ഭക്തിയും അങ്ങയെ ധ്യാനിക്കാനുള്ള സൂക്ഷ്മമാർഗവും എനിക്ക് ഉപദേശിച്ചു തരണം. വിഷയസുഖങ്ങളിൽ എനിക്ക് ഒട്ടും ആശയില്ല. അങ്ങയുടെ പാദകമലങ്ങളിൽ എനിക്ക് എപ്പോഴും അചഞ്ചലമായ ഭക്തി ഉണ്ടായിരിക്കട്ടെ. ഇത് കേട്ട് സന്തുഷ്ടനായ ശ്രീരാമൻ വിഭീഷണനോട് പറഞ്ഞു: ലൗകിക വിഷയങ്ങളിൽ വിരക്തരും ശാന്തരും ശുദ്ധമതികളും ഭക്തരും ജ്ഞാനികളുമായ യോഗിമാരുടെ മനസ്സിൽ ഞാൻ സീതാസമേതനായി
സന്തോഷപൂർവ്വം വസിക്കുന്നു. അതിനാൽ നീ എന്നെ നിരന്തരം ധ്യാനിച്ചു കൊണ്ട് വാഴുക, നിനക്ക് മോക്ഷം ലഭിക്കും. അതുമാത്രമല്ല, നീ ആലപിച്ച ഈ സ്തോത്രം വളരെ ശുദ്ധിയോടെ നിത്യവും ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യുന്നവർക്ക് മുക്തി ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അനന്തരം ഭക്തപ്രിയനായ ശ്രീരാമൻ ലക്ഷ്മണനോട് ഇങ്ങനെ പറഞ്ഞു. ഇവൻ, അതായത് വിഭീഷണൻ, എന്നെ കണ്ടതിൻ്റെ ഫലം ഇന്ന് തന്നെ ഇവന് ലഭിക്കണം. ലങ്കാധിപനായി ഇവനെ വേഗം അഭിഷേകം നടത്തുക. സമുദ്രജലം കൊണ്ടുവരാൻ വാനരന്മാരോട് ആജ്ഞാപിക്കുക. സൂര്യചന്ദ്രന്മാരും ആകാശവും ഭൂമിയും എൻ്റെ കഥയുമുള്ള കാലം വരെ എൻ്റെ ആജ്ഞയനുസരിച്ച് വിഷ്ണുഭക്തനായ വിഭീഷണൻ ലങ്ക ഭരിക്കട്ടെ. ശ്രീരാമൻ്റെ ആജ്ഞയനുസരിച്ച് ലക്ഷ്മണൻ വാനരശ്രേഷ്ഠന്മാരുടെ അകമ്പടിയോടുകൂടി വിഭീഷണനെ അഭിഷേകം ചെയ്തു. മൂന്ന് ലോകങ്ങളിലെയും സജ്ജനങ്ങൾ നന്ന് നന്ന് എന്ന് പറഞ്ഞ് ഈ സൽക്കർമ്മത്തെ പ്രശംസിച്ചു. ദേവന്മാർ ആദരപൂർവ്വം പൂമട ചൊരിഞ്ഞു. അപ്സര സ്ത്രീകൾ നൃത്തഗീതാദികളിലൂടെ പുരുഷോത്തമനായ ശ്രീരാമനെ ഭജിച്ചു. ഗന്ധർവന്മാർ, കിന്നരന്മാർ, കിംപുരുഷന്മാർ, സിദ്ധന്മാർ, വിദ്യാധരന്മാർ മുതലായവരും നിറഞ്ഞ സന്തോഷത്തോടെ ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി. ദേവന്മാർ പെരുമ്പറ മുഴക്കി. രാക്ഷസശ്രേഷ്ഠനായ വിഭീഷണനെ സുഗ്രീവൻ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു. 14 ലോകത്തിൻ്റെയും നാഥനായ ശ്രീരാമകിങ്കരന്മാരിൽ പ്രമുഖനാണ് ഭവാൻ. രാവണവധത്തിനു വേണ്ടി കഴിവുള്ള സഹായം അങ്ങ് നൽകണം. ഞങ്ങളെല്ലാം മുമ്പേ നടക്കാം. ഈശ്വരസേവ കൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും. സുഗ്രീവന്റെ വാക്കുകൾ കേട്ട് ചിരിച്ചുകൊണ്ട് വിഭീഷണൻ പറഞ്ഞു. ജഗന്മയനും അഖിലേശ്വരനും സകലത്തിനും സാക്ഷിയുമായ ഭഗവാന് നാം എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? ശ്രീരാമചന്ദ്രന് ബന്ധുവെന്നോ ശത്രുവെന്നോ ഒരു ഭാവഭേദവും ഇല്ല. കൂടസ്ഥനും ആനന്ദപൂർണനും ഏകാത്മകനും കൂടസ്ഥനുമായ ഭഗവാന് മറ്റാരുടെയും ആശ്രയം ആവശ്യമില്ല. ഗൂഢമായി നമ്മിൽ സ്ഥിതി ചെയ്യുന്ന സത്വം, രജസ്, തമസ് എന്നീ ഗുണത്രയത്തിൻ്റെ സ്വഭാവത്താൽ നമുക്ക് ചിലതെല്ലാം തോന്നുന്നത് മായ കൊണ്ടത്രേ. നാം എല്ലാം അതിന് വശംവദരാണ് എന്നറിഞ്ഞുകൊണ്ട് അദ്വൈത ഭാവനയോടെ നാം ഭഗവാനെ സേവിച്ചു കൊള്ളുക. രാക്ഷസ നായകനായ വിഭീഷണന്റെ വാക്കുകൾ കേട്ട് ഭക്തനും സൂര്യപുത്രനുമായ സുഗ്രീവൻ സന്തോഷിച്ചു. ഇനി സുഖബന്ധനം. രാക്ഷസ രാജാവായ രാവണൻ പറഞ്ഞതനുസരിച്ച് ശുകൻ എന്ന രാക്ഷസൻ ആകാശത്തിൽ വന്നു നിന്നുകൊണ്ട് വാനര രാജാവായ സുഗ്രീവനെ വിളിച്ച് രാവണന്റെ സന്ദേശം ഇങ്ങനെ അറിയിച്ചു. സൂര്യപുത്രനും പരാക്രമശാലിയും ഭാഗ്യാംബുദിയും വാനര രാജാക്കന്മാരുടെ മഹത്തായ കുലത്തിൽ ജനിച്ചവനുമായ സുഗ്രീവ, നീ ഇന്ദ്രപുത്രനായ ബാലിയുടെ അനുജനായതുകൊണ്ട് ഭവാൻ എനിക്ക് സഹോദര തുല്യനത്രേ. നിന്നോട് എനിക്കോ എന്നോട് നിനക്കോ ഒരു വിരോധവുമില്ല. രാജകുമാരനായ രാമൻ്റെ ഭാര്യയെ ഞാൻ ചതിച്ച് പിടിച്ചു കൊണ്ടുപോന്നു. അതിന് നിനക്കെന്താണ്? വാനര സൈന്യത്തോടുകൂടി നീ കിഷ്കിന്ധയിലേക്ക് മടങ്ങിപ്പോകൂ. ദേവന്മാർക്ക് പോലും കടന്നു വരാൻ പ്രയാസമുള്ളതാണ് എൻ്റെ ലങ്കാ നഗരം. നിസ്സാരന്മാരായ മനുഷ്യരും ദുർബലരായ കുരങ്ങന്മാരും ഇവിടെ വന്ന് എന്നോട് എന്ത് കാട്ടാനാണ്? നീ അറിവില്ലായ്മ കൊണ്ട് ഇവിടെ വന്ന് ഒന്നിനും തയ്യാറാവരുത്. ശുകന്റെ ഈ വാക്കുകൾ കേട്ട് വാനരന്മാർ പെട്ടെന്ന് എഴുന്നേറ്റ് അവനെ ചാടിപ്പിടിച്ച് കൈ ചുരുട്ടി ഇടി തുടങ്ങി. മർദ്ദനമേറ്റ് ശുകൻ രാമനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കരുണാനിധിയായ രാമ, എന്നെ രക്ഷിക്കണേ. പണ്ടു മുതലേ ആരും ദൂതരെ വധിക്കാറില്ല. നാഥ, ധർമ്മം രക്ഷിക്കണേ. ഈ വാനരന്മാരെ തടുക്കണേ. മനോവീര, ഞാൻ മരിക്കാറായി, എന്നെ രക്ഷിക്കണേ. ശുകന്റെ ഈ നിലവിളി കേട്ട് ഭക്തപ്രിയനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വാനരന്മാരെ വിലക്കി. അതോടെ ശുകൻ മുകളിലെത്തി. അനന്തരം സന്തോഷത്തോടെ സുഗ്രീവനോട് ചോദിച്ചു, ഞാൻ ചെന്ന് എന്താണ് രാവണനോട് പറയേണ്ടത്? അത് കേട്ടിട്ട് സുഗ്രീവൻ ശുകനോട് പറഞ്ഞു. പ്രശസ്തനായ ബാലി എന്ന പോലെ പുത്രന്മാർ, സൈന്യം എന്നിവരോടൊപ്പം ഭവാനെയും വധിക്കണം. ശ്രീരാമന്റെ പത്നിയെ കട്ടുകൊണ്ടുപോയ കള്ളനെ കൊന്ന് സീതാദേവിയെ കിഷ്കിന്ധയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. ഇക്കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല എന്ന് നീ ചെന്ന് രാവണനോട് പറയൂ. സുഗ്രീവൻ പറഞ്ഞു കേട്ടിട്ട് ശ്രീരാമദേവൻ അരുളി ചെയ്തു. വാനരന്മാരെ, ശുകനെ ബന്ധിച്ച് അവനെ ഉപദ്രവിക്കാതെ സൂക്ഷിച്ചു കൊള്ളുക. ഞാൻ പറഞ്ഞിട്ടേ ഇവനെ വിട്ടയക്കാവൂ. ശ്രീരാമൻ പറഞ്ഞതനുസരിച്ച് പരാക്രമശാലികളായ വാനരന്മാർ ശുകനെ പിടിച്ചു കെട്ടി സൂക്ഷിച്ചു. ശാർദൂലൻ എന്ന രാക്ഷസൻ ഇതെല്ലാം കണ്ടിട്ട് ദുഃഖത്തോടെ രാവണന്റെ സമീപത്തെത്തി നടന്നതെല്ലാം പറഞ്ഞു. എല്ലാം നല്ലവണ്ണം മനസ്സിലാക്കിയ രാക്ഷസരാജാവായ രാവണൻ ദുഃഖിതനും ചിന്താകുലനുമായി ദീർഘശ്വാസം വിട്ട് പോംവഴി കാണാതെ വിഷമിച്ചു. ഇനി സേതുബന്ധനം. സൂര്യകുലജാതനായ ശ്രീരാമൻ സുഗ്രീവാദികളായ കപിവരന്മാരോടും രാക്ഷസശ്രേഷ്ഠനായ വിഭീഷണനോടും ലക്ഷ്മണനോടും കൂടി അനന്തര കാര്യങ്ങളെക്കുറിച്ച് ആലോചന തുടങ്ങി. കടൽ കടക്കാൻ എന്താണ് ഒരു വഴി എന്ന് എല്ലാവരും കൂടി ആലോചിച്ച് പറയുവിൻ എന്ന് ശ്രീരാമൻ പറഞ്ഞത് കേട്ട് അവരെല്ലാം കൂടി ആലോചിച്ചതിന് ശേഷം ദേവപ്രവരനായ വരുണനെ ഭജിച്ചാൽ
അദ്ദേഹം വഴിതരും എന്ന് അഭിപ്രായപ്പെട്ടു. അത് നല്ല അഭിപ്രായം തന്നെ, അപ്രകാരം ചെയ്യാം എന്ന് ശ്രീരാമൻ പറഞ്ഞു. പിന്നീട് കിഴക്കേ ദിക്കു നോക്കി തൊഴുതുകൊണ്ട് സമുദ്രതീരത്ത് ദർഭ വിരിച്ച് ഭക്തിപൂർവ്വം നമസ്കരിച്ചു. അത്ഭുത വിക്രമനും ത്രൈലോക്യനാഥനുമായ ശ്രീരാമൻ 3 രാപ്പകലുകൾ വരുണനെ ഭജിച്ചു. എന്നിട്ടും സമുദ്രത്തിന് ഒരു മാറ്റവും സംഭവിച്ചില്ല എന്ന് കണ്ടപ്പോൾ കോപം കൊണ്ട് കടക്കണ്ണു ചുമന്ന ശ്രീരാമൻ പറഞ്ഞു: ലക്ഷ്മണ, അമ്പും വില്ലും കൊണ്ടുവാ, എൻ്റെ ശരത്തിൻ്റെ ശക്തി കണ്ടുകൊള്ളൂ. നമുക്ക് വേണ്ട വലിയ വഴി വരുണൻ തന്നില്ലെങ്കിൽ ഞാൻ സമുദ്രം ഭസ്മമാക്കും. എൻ്റെ പൂർവികർ വളർത്തിയെടുത്ത സമുദ്രം ഇന്ന് ഞാൻ ഇല്ലാതാക്കും. സാഗരം എന്ന പേരുകൂടി മറന്ന് സഹതാപമില്ലാതെ വാഴുകയാണെങ്കിൽ സമുദ്രജലം മുഴുവൻ ഞാൻ നശിപ്പിക്കും. വാനരന്മാർ സസന്തോഷം കാൽനടയായി സഞ്ചരിക്കും. ഇപ്രകാരം പറഞ്ഞ് വില്ലും കുഴിയെ കുലച്ചുകൊണ്ട് രാമൻ സമുദ്രത്തോട് പറഞ്ഞു: ആർക്കും തടുക്കാനാവാത്ത എൻ്റെ ശരപ്രയോഗ പാടവം സകല ജീവികളും കണ്ടുകൊള്ളുവിൻ. ഞാൻ സമുദ്രത്തെ ഭസ്മമാക്കും. ആ വിസ്മയം എല്ലാവരും കണ്ടു നിൽക്കണം. ഇപ്രകാരമുള്ള ശ്രീരാമൻ്റെ വാക്കുകൾ കേട്ട് വൃക്ഷങ്ങളും മരങ്ങളും ഭൂമിയും കൂടി ഭയന്നു വിറച്ചു. സൂര്യൻ മറഞ്ഞു. എല്ലായിടത്തും ഇരുട്ടു നിറഞ്ഞു. കടൽ ക്ഷോഭിച്ച് കരകവിഞ്ഞു. വലിയ തിരമാലകൾ ആഞ്ഞടിച്ചു. അതിഭയങ്കരമായ മുതല, തിമിംഗലങ്ങൾ, മറ്റു മത്സ്യങ്ങൾ എന്നിവയെല്ലാം പേടിച്ചു വിറച്ചു. അപ്പോൾ ഭയന്നു വിറച്ച വരുണൻ ദിവ്യാഭരണങ്ങൾ അണിഞ്ഞ് 10 ദിക്കും നിറഞ്ഞ ശോഭയോടുകൂടി കൈകളിൽ രത്നങ്ങളുമേന്തി രാമപാദങ്ങളിൽ ലജ്ജാപൂർവ്വം സമർപ്പിച്ച് ദണ്ഡനമസ്കാരം ചെയ്തിട്ട് കോപിഷ്ഠനായ രാമനെ ഇപ്രകാരം സ്തുതിച്ചു: 3 ലോകങ്ങളും പാലിക്കുന്നവനും ജഗന്നാഥനും വിഷ്ണുവും രാവണാന്തകനും ലക്ഷ്മീകാന്തനുമായ രാമ, എന്നെ രക്ഷിച്ചാലും. ആദ്യകാലത്ത് മായാഗുണങ്ങൾ കൊണ്ട് കാലസ്വരൂപനായ അങ്ങ് പഞ്ചഭൂതങ്ങളെ ജഡസ്വഭാവത്തോടുകൂടി സൃഷ്ടിച്ചു. എന്നെ സൃഷ്ടിച്ചത് ഏറ്റവും ജഡസ്വഭാവത്തോടെയാണ്. അങ്ങയുടെ തീരുമാനം ലംഘിക്കാൻ ആർക്കാണ് കഴിവുള്ളത്? തമോ ഗുണത്തിൽ നിന്നുണ്ടാകുന്ന വസ്തുക്കൾക്ക് തമോ ഗുണ സ്വഭാവമല്ലേ കാണുകയുള്ളൂ. ജഡത താമസഗുണത്തിൻ്റെ സ്വഭാവമാണ്. കാമം, ലോഭം തുടങ്ങിയവയും താമസഗുണത്തിൽപ്പെട്ടവ തന്നെ. മായാരഹിതനും നിർഗുണനുമായ അങ്ങ് മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ കാരണപുരുഷനും ഗുണാത്മാവുമായ വൈരാജൻ എന്ന പേരുള്ളവനായി മാറി. അപ്പോൾ വിരാട് പുരുഷൻ്റെ ഗുണങ്ങളിൽ നിന്ന് ദേവന്മാർ തുടങ്ങിയവരുണ്ടായി. സത്വഗുണത്തിൽ നിന്ന് ദേവഗണങ്ങളും രജോ ഗുണത്തിൽ നിന്ന് പ്രജാപതികളും തമോ ഗുണങ്ങളിൽ നിന്ന് ശിവനും ഉണ്ടായി. ലീലാമാനുഷ്യനായ അങ്ങ് മായയാൽ മറഞ്ഞു നിന്ന് മായാഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നിർഗുണനും ജ്ഞാനസ്വരൂപനും നിഷ്കളങ്കനും രൂപരഹിതനും മോക്ഷദായകനും ആയി സദാ സ്ഥിതി ചെയ്യുന്ന അങ്ങയെ മൂഢനായ ഞാൻ എങ്ങനെ അറിയാനാണ്? യജമാനന്മാർക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന ശിക്ഷകൾ പോലും മൂഢന്മാരെ നല്ല വഴിക്ക് നയിക്കാൻ സഹായകമാണ്. ദുഷ്ടമൃഗങ്ങളെ നല്ല വഴിക്ക് തിരിക്കാൻ വടി ഉപയോഗിക്കുന്നത് പോലെ അങ്ങയെപ്പോലുള്ളവരുടെ ധർമ്മം ദുഷ്ടന്മാരെ ശിക്ഷയിലൂടെ നേർവഴിക്ക് നയിക്കലത്രേ. പരനും ഭക്തവത്സലനും കാരണപൂരുഷനും കാരുണ്യസമുദ്രവും നാരായണനും ശരണ്യനും പുരുഷോത്തമനും ഈശ്വനുമായ ശ്രീരാമചന്ദ്രനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ശ്രീരാമചന്ദ്ര, എനിക്ക് അഭയം നൽകിയാലും ഞാൻ ലങ്കയിലേക്കുള്ള മാർഗം ഇതാ നൽകുന്നു. ഇപ്രകാരം വണങ്ങി സ്തുതിക്കുന്ന വരുണനോട് ശ്രീരാമൻ അരുളി ചെയ്തു: ഞാൻ തൊടുത്ത ശരം വെറുതെ ആകുകയില്ല. അതിന് ഒരു ലക്ഷ്യം വേണം. അതിന് കുഴപ്പമില്ലാത്ത ഒരു ലക്ഷ്യം നീ കാണിച്ചു തരിക. അപ്പോൾ വരുണൻ ഇങ്ങനെ മറുപടി പറഞ്ഞു: കരുണാനിധിയായ ജഗദീശ്വര, വടക്കേ ദിക്കിലെ കടൽ തീരത്ത് ദ്രുമകുല്യ എന്നു പേരുള്ള സുഭിക്ഷമായൊരു സ്ഥലമുണ്ട്. അവിടെ പാപികളും ഉപദ്രവകാരികളുമായ ഒരു കൂട്ടം രാക്ഷസന്മാരുണ്ട്. വേഗം അവരുടെ നേർക്ക് ശരമയക്കുക. അത് തീർച്ചയായും ലോകത്തിന് ഉപകാരപ്രദമാകും. വരുണ നിർദ്ദേശപ്രകാരം ശ്രീരാമൻ ശരമയക്കുകയും ദുഃഖകാരികളായ ആബീരന്മാർ എന്ന രാക്ഷസന്മാരെ മുഴുവൻ കൊന്നതിനു ശേഷം ബാണം ശ്രീരാമൻ്റെ അവനാഴിയിലെത്തി. ആബീരന്മാർ മുഴുവൻ നശിച്ചപ്പോൾ ആ പ്രദേശം ശോഭനമായി തീരുകയും കടൽ തീരം വാസയോഗ്യമായി തീരുകയും ചെയ്തു. തുടർന്ന് ആദരപൂർവ്വം വരുണൻ പറഞ്ഞു: നളൻ എന്ന വാനരശ്രേഷ്ഠൻ എൻ്റെ ജലത്തിൽ ഉടൻ തന്നെ സേതു നിർമ്മിക്കട്ടെ. ദേവശില്പിയായ വിശ്വകർമാവിൻ്റെ മകനായതിനാൽ അവൻ അക്കാര്യത്തിൽ പ്രയാസമൊന്നും ഉണ്ടാകുകയില്ല. അവൻ സകല ശില്പകലകളിലും താൽപ്പര്യമുള്ളവനാണ്. ലോകത്തിൻ്റെ സങ്കടം നിവാരണം ചെയ്യുന്ന അങ്ങയുടെ വിശ്വവ്യാപകമായ കീർത്തി മേൽക്കുമേൽ വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞ് തൊഴുതുകൊണ്ട് വരുണൻ മറഞ്ഞു. സന്തുഷ്ടനായ ശ്രീരാമൻ ലക്ഷ്മണനോടും സുഗ്രീവനോടും ആലോചിച്ചിട്ട് ശില്പകലാസമർത്ഥനായ നളനെ വിളിച്ചിട്ട് സേതു നിർമ്മിക്കാൻ ആജ്ഞാപിച്ചു. വാനരപ്രമുഖനായ നളൻ ശ്രീരാമനെ വന്ദിച്ചിട്ട്
തടുക്കാൻ കഴിയാത്ത വീര്യമുള്ള പർവ്വത ശരീരികളായ വാനരന്മാർ നാനാദിക്കുകളിലും നിന്ന് കൊണ്ടുവന്ന പർവ്വതഖണ്ഡങ്ങൾ, കല്ലുകൾ, മരങ്ങൾ മുതലായവ കൊണ്ട് ഉത്സാഹപൂർവം സേതു നിർമ്മിച്ചു തുടങ്ങി. 100 യോജന നീളവും 10 യോജന വീതിയുമുള്ള സേതുവാണ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത്. പണി തുടങ്ങിയ ശുഭമുഹൂർത്തത്തിൽ ശ്രീരാമൻ 3 ലോകങ്ങളുടെയും ഹിതത്തിനും പാപപരിഹാരത്തിനും വേണ്ടി വ്യോമകേശനും ശങ്കരനുമായ ശ്രീ പരമേശ്വരനെ അവിടെ പ്രതിഷ്ഠിച്ചിട്ട് പൂജിച്ച് നമസ്കരിച്ചിട്ട് ആ സ്ഥലത്തിന് രാമേശ്വരം എന്ന പേരിട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഇവിടെ വന്ന് സേതുബന്ധം കണ്ട് രാമേശ്വരനെ ഭക്തിപൂർവം ഭജിക്കുന്നവർ ബ്രഹ്മഹത്യാദി പാപങ്ങളിൽ നിന്ന് മോചിതരാകുകയും എൻ്റെ അനുഗ്രഹത്താൽ ശുദ്ധരായിത്തീരുകയും ചെയ്യും. അയാൾക്ക് മോക്ഷവും ലഭിക്കും. സേതുബന്ധത്തിൽ മുങ്ങിക്കുളിച്ച് ഭൂതനാഥനായ രാമേശ്വരനെയും വന്ദിച്ച് കാശിയിലെത്തി ഗംഗാസ്നാനവും നടത്തി അവിടെ നിന്ന് ഗംഗാജലം കൊണ്ടുവന്ന് രാമേശ്വരന് അഭിഷേകം ചെയ്തിട്ട് പാത്രാദി ഭാരങ്ങളെല്ലാം സമുദ്രത്തിൽ കളഞ്ഞ് മുങ്ങിക്കുളിക്കുന്ന ഭക്തന് സായുജ്യം ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്രകാരം ശ്രീരാമൻ അരുളി ചെയ്തത് കേട്ട് എല്ലാവരും അദ്ദേഹത്തെ വണങ്ങി. തുടർന്ന് വിശ്വകർമാവിൻ്റെ മകനായ നളൻ സേതു നിർമ്മാണം തുടങ്ങി. പർവ്വതഖണ്ഡങ്ങൾ, പാറകൾ, വൃക്ഷങ്ങൾ എന്നിവ കൊണ്ടുവന്ന് ആദ്യ ദിവസം 14 യോജന ദൂരം സേതു പണിതു. പിറ്റേ ദിവസം 20 യോജന, മൂന്നാം ദിവസം 21 യോജന, നാലാം ദിവസം 22 യോജന, അഞ്ചാം ദിവസം 23 യോജന എന്നീ ക്രമത്തിൽ 5 ദിവസം കൊണ്ട് 100 യോജന ദൂരം നീളമുള്ള സേതു തീർത്തതിന് ശേഷം സേതുവിൻ്റെ മുകളിൽ കൂടി ക്ലേശം കൂടാതെ വാനരന്മാർ നടന്നു തുടങ്ങി. ഹനുമാന്റെ തോളിൽ ശ്രീരാമനും അംഗദന്റെ തോളിൽ ലക്ഷ്മണനും കയറി വാനര സൈന്യത്തോടൊന്നിച്ച് സുബേല പർവ്വതത്തിൻ്റെ മുകളിലെത്തി. അവിടെ നിന്നുകൊണ്ട് ശ്രീരാമൻ കൗതുകത്തോടെ ലങ്കാപുരിയെ വീക്ഷിച്ചു. ഇന്ദ്രപുരിയായ അമരാവതിക്ക് തുല്യമായ ലങ്കാനഗരം ശ്രീരാമൻ കണ്ടു. സ്വർണമയമായ കുടിമരങ്ങളും ശതഗ്നി തുടങ്ങിയ ആയുധങ്ങൾ ഘടിപ്പിച്ച കോട്ടമതിലുകൾ, വളച്ചുവാതിലുകൾ, കൈലാസതുല്യമായ ഗോപുരങ്ങൾ, കിടങ്ങുകൾ, മനോഹരങ്ങളായ മാളികകൾ എന്നിവയോട് കൂടിയതായിരുന്നു രാവണന്റെ രാജധാനി. അവിടെ ഉന്നതവും വിശാലവുമായ മാളികമുറിയിൽ മന്ത്രിമാരാൽ സേവിതനായി രത്നങ്ങൾ പതിച്ച കാലുകളുള്ള വെൺകൊറ്റക്കുടയ്ക്ക് കീഴിലിരുന്ന് ബാലസുന്ദരിമാരെ കൊണ്ട് ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും വീശിച്ച് ദേവേന്ദ്രൻ്റെ പ്രഭാവത്തോടെ രത്നസിംഹാസനത്തിൽ 10 കിരീടങ്ങളണിഞ്ഞ് നീലശൈലം പോലെയും കാർമേഘം പോലെയുമുള്ള മനോഹരനായ രാവണനെ കണ്ട് മനസ്സിൽ ബഹുമാനവും വിസ്മയവും തോന്നിയ ശ്രീരാമൻ പുഞ്ചിരിയോടെ വാനരന്മാരോട് പറഞ്ഞു: നേരത്തെ ബന്ധനസ്ഥനാക്കിയ ശുകനെ വേഗം വിട്ടയക്കൂ. അവൻ പോയി വൃത്താന്തങ്ങളെല്ലാം ഒന്നൊഴിയാതെ രാവണനെ അറിയിക്കട്ടെ. ഇത് കേട്ട ശുകൻ ശ്രീരാമനെ വണങ്ങി തൊഴുതിട്ട് വേഗം രാവണന്റെ മുമ്പിലെത്തി. ഇനി രാവണ ശുക സംവാദം അത് നാളെ. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.